ഹായ് ബ്രോ. ഹായ്. നമ്മൾ മെൻ്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നമ്മളെ മൂഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അത് ഓവർകം ചെയ്യാൻ എന്തൊക്കെയാണ് ചെയ്യാറ്? ഇപ്പോൾ പണ്ട് സണ്ണിമി പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഹാങ് ഔട്ട് ചെയ്യുക, ഓക്കെ, ആ ഒരു ചിൽ ടൈം കിട്ടുക. അധികം സാഡാണെങ്കിൽ ഫ്രീ ടൈം എടുത്ത് മീ ടൈം എടുക്കുക, നല്ല ഫുഡൊക്കെ കഴിക്കുമ്പോൾ ആ മൂഡും ചില്ലാവും. ഓക്കെ, ഫൈൻ. നിങ്ങളുടെ ലൈഫിലെ ഹാപ്പിനെസ് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ലൈക്ക് വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് ഇതുപോലെ തന്നെ നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുക, നല്ലൊരു ഫ്രണ്ട്സ് സർക്കിൾ, നല്ലൊരു ബന്ധങ്ങൾ, ഹാപ്പി ഫാമിലി, ഓക്കെ, അസ്വസ്ഥമായിട്ട് നല്ലൊരു മൂഡിൽ പോവുക, അതന്നെയാണ് ഹാപ്പിനെസ്. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് സൈക്കോളജിനെ കാണിക്കാൻ പലപ്പോഴും പഠിക്കാറുണ്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പണ്ടത്തെ കാലത്ത് നോക്കുമ്പോൾ ആൾക്കാർ ഭയങ്കര അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഭ്രാന്താണ് രീതിയിലാണ് ആൾക്കാർ എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അതേമാതിരി നല്ല ഡിപ്രഷൻ കൂടെ പോയിരുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടി പിള്ളേർ അങ്ങനെ കാണിക്കാൻ വേണ്ടി അങ്ങനെയല്ല, സൈക്കാട്രി സൈക്കോളജി രണ്ടും ഡിഫറൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ പാരൻസും സപ്പോർട്ട് തുടങ്ങി. പണ്ട് പാരൻസ് എൻ്റെ മോന് അസുഖമാണോ ചോദിച്ചിട്ട് അത് പുറത്തേക്ക് വിടില്ല. അപ്പോൾ ആ ഒരു അവയർനെസ് വന്നതോടുകൂടി, ഇതുപോലത്തെ ക്യാമ്പയിന് വന്നതോടുകൂടി ഒന്നുകൂടി അവയർനെസ് കൂടി. അപ്പം അത് ഇത് നിങ്ങളിപ്പോൾ ചെയ്യണമെന്ന് നല്ല കാര്യമാണ്, അവയർനെസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. താങ്ക് യു.